സിനിമാ സീരിയൽ താരമായ ദിലീപ് ശങ്കറിനെ ഹോട്ടലിനുള്ളിൽ ഇന്ന് മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമായിട്ടില്ല. രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകാനായിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം അവിടെ ഇൻക്വസ്റ്റ് നടപടികൾക്കൊക്കെ ശേഷം ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. രാഹുൽ, ഇനി പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ മരണകാരണം എന്തെന്ന് വ്യക്തമാവൂ. നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പക്ഷേ അത് തന്നെയാണ്, പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇനി ബാക്കിയുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷമേ മരണകാരണം എന്താണെന്ന് വ്യക്തമായി നമുക്ക് പറയാൻ കഴിയൂ. എന്തായാലും 19-ാം തീയതിയാണ് ആരോമ ഹോട്ടൽ, വാൻട്രോസ് ജംഗ്ഷനിലെ ആരോമ ഹോട്ടലിൽ പഞ്ചാഗ്നി സീരിയലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ റൂം എടുത്തത്. അതിൽ ഒരു മുറി ദിലീപ് ശങ്കറിനുള്ളതായിരുന്നു. അത്തരത്തിൽ 2 ദിവസമായി അണിയറ പ്രവർത്തകർ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ദിലീപ് ശങ്കർ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ എപ്പോഴും ഫോണിലൂടെ നിരന്തരം സംവദിക്കുന്ന ആളായിരുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം തിരിച്ചു വിളിക്കുന്ന പ്രകൃതക്കാരനായതുകൊണ്ട് സിനിമ അണിയറ പ്രവർത്തകർക്ക് അത്തരത്തിലൊരു അസ്വാഭാവികത അവർ സംശയിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് 2 ദിവസം അവർ പിന്നീട് ഹോട്ടലിൽ നേരിട്ടെത്തി അന്വേഷണം നടത്താതിരുന്നത്. പിന്നീട് ഇന്നത്തെ ദിവസമാണ് പ്രൊഡക്ഷൻ കൺട്രോളർ എത്തി ഇദ്ദേഹത്തെ ലൊക്കേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയത്. അപ്പോഴാണ് മുറി അടച്ച് കിടക്കുന്നതായി കണ്ടത്. പിന്നീട് കണ്ടോൺമെൻറ്റ് പോലീസിനെ അറിയിക്കുന്നു. കാരണം ലോബിയിലേക്ക് കടന്നപ്പോൾ തന്നെ ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. അതായത് 2 ദിവസത്തോളം മൃതദേഹത്തിന് പഴക്കമുണ്ടായിരുന്നു. 2 ദിവസമായി ഹോട്ടൽ ജീവനക്കാർ മുൻപാണ് മുറി എടുത്തതെന്ന് അറിയുന്നു. ഇപ്പം ഭക്ഷണം കഴിക്കാനെങ്കിലും പുറത്തേക്ക് വരില്ല, അല്ലെങ്കിൽ റൂം ക്ലീൻ ചെയ്യാനെങ്കിലും ജീവനക്കാർ അകത്തേക്ക് പോകില്ലേ? അങ്ങനെ ഒരു സംശയം തോന്നില്ലേ? ആരും നോക്കിയില്ലേ ഇതുവരെ? നമ്മളോട് റെസ്റ്റോറൻറ്റ് മാനേജർ സംസാരിച്ചിരുന്നു. കാരണം ദിലീപ് ശങ്കറിനെ സംബന്ധിച്ച് അവിടെ നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം റെസ്റ്റോറൻറ്റിൽ പോയാണ് ആഹാരം കഴിക്കുന്നത്. 2 ദിവസമായി റെസ്റ്റോറൻറ്റിൽ കണ്ടിട്ടില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോഴും അവർ കരുതിയിരുന്നത് ഇദ്ദേഹം ലൊക്കേഷനിൽ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലായിരുന്നിരിക്കണം. കാരണം അത്തരത്തിൽ ബാക്കി മുറിയെടുത്തവരും എല്ലാ ദിവസവും ചെല്ലുന്നവരല്ല. അവർക്ക് ഷൂട്ടുമായി ബന്ധപ്പെട്ട തിരക്കുകളുള്ളത് കൊണ്ട് അവരും അങ്ങനെ തന്നെയാണ്, എല്ലാ ദിവസവും എത്തുന്ന ആളുകളായിരുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് സംശയമൊന്നും തോന്നിയില്ല. ഇന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ എത്തി ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ മാത്രമാണ് ഈ പറയുന്നത് പോലെ 2 ദിവസം അദ്ദേഹം പുറത്തായിരുന്നു എന്ന് ഇവർ കരുതിയിരുന്നു. പക്ഷേ എന്നാൽ റൂം അടഞ്ഞു കിടന്നത് ഇവർ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ റൂം ബോയ്സ് ആയാൽ തന്നെ ഇദ്ദേഹം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ മാത്രമാണ് മുറിയിലേക്ക് കയറി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം സജീവമായി ജീവനക്കാരോട് അങ്ങനെ സംസാരിക്കുന്ന ആളായിരുന്നില്ല. അങ്ങനെ ഒരു മാറി നിന്നുകൊണ്ട് വളരെ സജീവമല്ലാത്ത ഒരു പ്രകൃതക്കാരനായിരുന്നു എന്ന് തന്നെയാണ് സംവിധായകൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇദ്ദേഹത്തിന് കരൾ സംബന്ധമായ അസുഖമുണ്ടായിരുന്നു. അത് ഗുരുതരമായൊരു ഘട്ടത്തിലായിരുന്നു. പല ഘട്ടങ്ങളിൽ അദ്ദേഹം മരുന്ന് കഴിക്കാതെയും ഈ ആരോഗ്യത്തെ ശ്രദ്ധിക്കാതെയും ഒക്കെ നടന്നതിൻ്റെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പോലീസും അതുതന്നെയാണ് അനൗദ്യോഗികമായി നമ്മോട് ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയായ ശേഷം പറഞ്ഞത്. പോലീസ് ഉറപ്പിച്ച് അനൗദ്യോഗികമായി പറയുന്നത് നിലവിൽ ദുരൂഹതയൊന്നുമില്ല എന്ന് തന്നെയാണ് ആവർത്തിച്ചത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയായാൽ മാത്രമേ കൂടുതൽ സീരിയലിന്റെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണല്ലോ തിരുവനന്തപുരത്ത് ഈ ഹോട്ടലിൽ മുറിയെടുത്തത്. അപ്പൊ ആ ഷൂട്ടിംഗ് ചെയ്യേണ്ട സീരിയലിൽ ആരും ഇദ്ദേഹത്തെ അന്വേഷിച്ചില്ലേ? അത് തന്നെയാണ്, പഞ്ചാഗ്നി സീരിയലിൻ്റെ ഷൂട്ടാണ്. അത് ഇദ്ദേഹം ഷൂട്ടിങ്ങിന് എത്തുമ്പോൾ, എറണാകുളം സ്വദേശിയാണ്, ഷൂട്ടിങ്ങിന് എത്തുമ്പോൾ പറഞ്ഞത് ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ നേരത്തെയാക്കണം, വളരെ നേരത്തെയാക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. ആ ധാരണയിലാണ് ഷൂട്ടിംഗ് മുന്നോട്ട് പോയത്. ഈ കഴിഞ്ഞ 2 ദിവസം അദ്ദേഹത്തിന് ഷൂട്ടിംഗ് ഇല്ലായിരുന്നു. അവരെല്ലാം ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലായിരുന്നു. 2 ദിവസത്തിന് ഇടയിൽ ഇവർ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ ഇദ്ദേഹം എടുത്തിരുന്നില്ല. അതായത് ഷൂട്ടിംഗ് ഇല്ലാത്തത് കൊണ്ട് ഇവർ വലിയ അത്യാവശ്യത്തിൽ നേരിട്ട് പോയി കാര്യം അന്വേഷിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയില്ല. വിളിക്കുക മാത്രമാണ് ചെയ്തത്. ഫോണിൽ വിളിക്കുമ്പോൾ മുൻപും ഇത്തരത്തിൽ ദിവസങ്ങൾക്ക് ശേഷം മാത്രം തിരിച്ച് വിളിച്ച് പ്രതികരിക്കുന്ന ആളായിരുന്നു. അങ്ങനെയുള്ളൊരു പ്രകൃതക്കാരനായിരുന്നു. അതുകൊണ്ട് ഇവർ അസ്വാഭാവികമായി ഒന്നും കരുതിയില്ല. ഇവർ ഹോട്ടലിൽ പോയി നേരിട്ട് അന്വേഷിക്കാനും തയ്യാറായില്ല. ഹോട്ടലുകാർ ആ സമയത്ത് കരുതിയിരുന്നത് ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലായിരുന്നു എന്നാണ്. ഈ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ആ ഘട്ടത്തിലാണ് ഷൂട്ടിങ്ങിന് വേണ്ടി ഡേറ്റ് എടുത്തപ്പോൾ കൃത്യമായി എത്തണമെന്ന് അറിയിക്കാൻ പ്രൊഡക്ഷൻ കൺട്രോളർ ഫോണിൽ കിട്ടാത്തതുകൊണ്ട് നേരിട്ട് പോയത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ദൗർഭാഗ്യകരമായൊരു വാർത്ത പുറത്തു വരുന്നത്. എന്തായാലും പോലീസ് ഉൾപ്പെടെ എത്തിയാണ് ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയത്. അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു. അത് വളരെ രീതിയിൽ വേദനിപ്പിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഫോൺ വിളിച്ചാൽ എടുക്കുന്ന ഒരു പതിവ് രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോൺ എടുക്കാത്തപ്പോൾ ആളുകൾ മറ്റൊന്നും ധരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം തന്നെ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം ഇറങ്ങി പോകുമായിരുന്നു. അപ്പോൾ ഒരു തരത്തിലും ജീവനക്കാർക്ക് അദ്ദേഹത്തിന്റെ മുറിയുമായി ബന്ധപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. അഥവാ ക്ലീൻ ചെയ്യണമെങ്കിൽ അങ്ങോട്ട് വിളിച്ച് പറയാറാണ് എന്നും പറയുന്നത്. അങ്ങനെ ഒരു തരത്തിലും ആരും പരിശോധിച്ചില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ്.